നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. LDFന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും A. വിജയരാഘവൻ. പാഞ്ഞാൾ ആലിൻചുവടിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ച പ്രദേശത്തിനു സമീപം. ആശങ്കയൊഴിയാതെ പ്രദേശവാസികൾ. പത്തിരിപ്പാലയിൽ ഇറാനും പലസ്തീനും ഐക്യദാർഢ്യവുമായി വെൽഫെയർ പാർട്ടിയുടെ പന്തം കൊളുത്തി പ്രകടനം. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ പ്രതിഷേധം വെൽഫെയർ പാർട്ടി ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഭാരതാംബയ്ക്കെതിരെ CPM വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്നാരോപിച്ച് പറളയിൽ BJP ധർണ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. LDFന്റെ അടിത്തറ ശക്തമാണെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. സൗകര്യമനുസരിച്ച് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടുന്നുണ്ടെന്ന് A. വിജയരാഘവൻ ആരോപിച്ചു. ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാം. LDFന്റെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്നും വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം എന്ന വാക്കിനെ വർഗീയതയുമായി കണ്ണിചെറുക്കുന്ന ഒരു സമീപനം UDFും ലീഗും മുസ്ലിം വർഗീയ സംഘടനകളും സ്വീകരിക്കാറുണ്ട്. അവര് മലപ്പുറം എന്ന വാക്ക് സമം വർഗീയത എന്നുള്ളതാണ് അവര് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെതാണ് മലപ്പുറം എന്ന് സമർത്ഥിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാക്കുകളെയും വാചകങ്ങളെയും വർഗീയ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കരുത്. മലപ്പുറത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഒരു വർഗീയ ചിഹ്നമാക്കി മാറ്റാനാണ് UDF എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അത് ലീഗ് ശ്രമിക്കുന്നുണ്ട്, മുസ്ലിം വർഗീയ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്, അതിൽ ഇപ്പൊ കോൺഗ്രസും ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിയതമായ കോൺഗ്രസിന് രാഷ്ട്രീയ വ്യക്തിത്വമില്ല. കേരളത്തിൽ രാഷ്ട്രീയ വ്യക്തിത്വമില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് വൈവിധ്യമാർന്ന വർഗീയ ചേരുവകളെ കൂട്ടിയോജിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1960 മുതൽ കോൺഗ്രസ് അങ്ങനെയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ ആലിൻചുവട് റേഷൻ കടയ്ക്കു സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാമെന്നാണ് വനപാലകരുടെ അഭിപ്രായം. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാർ സമീപ പ്രദേശത്തു നിന്ന് മണ്ണെടുത്ത സ്ഥലത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ കണ്ടത്. സമീപത്തെ മതിലിനടുത്തും കാൽ കൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങൾ കണ്ടെത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ ഉടൻ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിനെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് വിവരം അറിയിച്ചു. വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത്. 2 ദിവസം മുമ്പ് ഈ ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായി. വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഭീതിജനകമായും വളരെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതുമായ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതിന്, ഞങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിനും വേണ്ട നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് പോകും. ഇത് എന്തിൻ്റെ കാൽപ്പാടാണ് എന്നുള്ളത് വളരെ കൃത്യമാക്കി ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഫോറസ്റ്റുകാർ വന്നതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ. പ്രാഥമികമായി നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജീവിയുടേതാണ്. സാധാരണഗതിയിലുള്ള നാട്ടിൽ കാണുന്ന ജീവികളുടേതല്ല, മറ്റേതോ ജീവിയുടേതാണ്. പുലിക്ക് സമാനമായിട്ടുള്ള ഒരു കാൽപ്പാടുകളാണ് കാണുന്നത്. അതേസമയം കാട്ടുപൂച്ചയുടെയോ മറ്റോ ആണ് കാൽപ്പാടുകളെന്നാണ് വനപാലകർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ അണ്ണാഞ്ചേരി പറമ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. രാവിലെ 9:30യോടെയാണ് സംഭവം. വീടിനും പുറത്തെ ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. 33-ാം വാർഡിലെ അണ്ണാഞ്ചേരി പറമ്പ് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലേക്കാണ് രാവിലെ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണത്. വീടിനും ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇവരുടെ വീട്ടുപരിധിയിൽ നിൽക്കുന്ന ഒരു തേക്കും 2 തെങ്ങുമാണ് നിലംപൊത്തിയത്. മണികണ്ഠന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിലും ഇവരുടെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തി
മരം വെട്ടിമാറ്റാൻ സമ്മതിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള സമ്മതം കാണിച്ചുള്ള രേഖകൾ വർഷങ്ങൾക്ക് മുമ്പ് താലൂക്കിൽ നിന്ന് മണികണ്ഠൻ്റെ കുടുംബത്തിന് ലഭിച്ചതാണ്. ഇനിയും വീടിനോട് ചേർന്ന് വൻ മരങ്ങൾ നിൽക്കുന്നുണ്ടെന്നും അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികാരികൾ അനുമതി നൽകണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. വീട്ടിലത്തെ മരങ്ങളാണ് കാറ്റും മഴയത്ത് ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആദ്യം അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുട്ടിയുണ്ട് ചെറിയ കുട്ടി. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് ഞങ്ങൾ അന്യന്മാരുടെ കുട്ടികളും സ്കൂൾ പോയി, എൻ്റെ കുട്ടിയും സ്കൂൾ പോയി. ആ തിരക്കത്തിലാണ് വീഴുന്നത്. പുളിമുറകളും അടുത്തും വീടിൻ്റെ ഭാഗത്ത് കാറ്റ് മഴയത്ത് ഇങ്ങനെ വരുമ്പോൾ വെട്ടാൻ താഴെയുള്ള വീട്ടുകാർ സമ്മതിക്കണമെന്നില്ല. ഇനി 3 മരം കൂടി ഇന്നും വീഴാനുള്ളതാണ്. എന്ത് അളന്നാലും അവർ സമ്മതിക്കുന്നില്ല. അവർ അളന്നിട്ട് അവർ എടുത്തോളം പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അളന്നെടുക്കാൻ ഞങ്ങൾക്ക് എടുത്താൽ പറഞ്ഞാൽ അവരപ്പോഴും സമ്മതിക്കുന്നില്ല. അതെന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കി തരാം. ഇനി 3 മരങ്ങൾ വെട്ടാനാണ്. അതെങ്കിലും എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ഈ മരങ്ങൾ എന്ത് വെട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ കയറണം. അവർ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ണനാണ് മെയിൻ. അല്ലെങ്കിൽ കണ്ണൻ അവൻ വീട് അളക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല, വീടിൻ്റെ വളത്തിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങൾ വില്ലേജിൽ അവർ ആദ്യം തന്നെ കടലാസ് വന്നു. ഈ കൊമ്പൊക്കെ വെട്ടിയെടുക്കാൻ തന്നതാണ്. പക്ഷെ അപ്പം അവർ വെട്ടാൻ പറ്റില്ല പറഞ്ഞത് തടുത്തു. വെയിലും കൊമ്പൊക്കെ കെട്ടിയാണ് കോടതിയിൽ നിന്ന് അളവും ഇതൊക്കെ വന്നതാണ്. അതൊക്കെ പൊളിച്ചിട്ടു. JCB വന്നിട്ട് ആ അരിക്കൂടൊക്കെ മാന്തി എടുത്തതാണ്. അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ അളന്നിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അതും കേട്ടുന്നില്ല. അപ്പോൾ അതാ ഒരു 3 എണ്ണമാണ്. ആ 3 എണ്ണം വെട്ടാനും സമ്മതിക്കില്ല. മണികണ്ഠൻ്റെ ഭാര്യയും മണികണ്ഠൻ്റെ അനിയൻ്റെ ഭാര്യയും കുട്ടിയുമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട ഇവർ പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ശുചിമുറി തകർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്രിപ്പാലയിൽ ഇറാനും പലസ്തീനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി. ഇസ്രയേൽ US ഭീകരത ആരോപിച്ച് വെൽഫെയർ പാർട്ടി ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. TM ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. TM ഷിഹാബുദ്ദീൻ, ഷംസുദ്ദീൻ മാങ്കുർശി, ഇബ്രാഹിംകുട്ടി പത്തിരിപ്പാല, സമദ് A ഫൈസൽ, നാസർ, CK യൂനസ്, ഇക്ബാൽ, അബ്ദുൾ റസാഖ്, ഫഹീം, അമൽ, ജസീം എന്നിവർ പ്രസംഗിച്ചു. നിരന്തരമായി ആ രാജ്യത്തിന് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യത്തിനെ പോലും ഒരു സാധാരണ കൽച്ചീളുകൾ കൊണ്ടാണ് അവർ നേരിടുന്നത്. ഒരു ആയുധവുമില്ല. ആ രാജ്യത്തെ പോലും അവർക്ക് ഇസ്രായേൽ എന്ന ലോക പോലീസം എന്ന ഒരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അത്തമ്മാടി രാഷ്ട്രം ഇസ്രായേൽ ലോക പോലീസ് ഈ കഴിഞ്ഞ ആഴ്ച ഇറാനെതിരെ അങ്ങോട്ട് ആക്രമിക്കുമായിരുന്നു. ലോകത്തിലെ എല്ലാ സംഘടനകളിലും എല്ലാ രാജ്യവും യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യത്തെ ആക്രമിക്കുന്നത്. അതിനെ തയ്യാറെടുക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ലോകത്തിലെ UN പോലുള്ള രാജ്യങ്ങൾ, UN പോലുള്ള സംവിധാനങ്ങൾ ഇറാനെ അംഗീകരിച്ചു കൊടുത്തവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒന്നും കാണാതെ ഇറാനെതിരെ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ ആദ്യം അടിച്ച് ഏൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതാംബയ്ക്കെതിരായ CPMന്റെ വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് BJP പറളി പഞ്ചായത്ത് കമ്മിറ്റി. വിദ്വേഷ പ്രചരണത്തിനെതിരെ പറളിയിൽ BJP പ്രതിഷേധ ധർണ നടത്തി. BJP പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാരതാംബയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തിയത്. ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നമ്മൾ ഭൂമിയെ തൊട്ട് വന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഇത് പാരമ്പര്യമാണ്. ഇതിനെതിരെ ഇതിനെതിരായിട്ട് നിൽക്കുന്നവരെ ഈ നാടിന് തന്നെ അപമാനമാണ്. ഈ നാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയാണ് ഇന്നിവിടുത്തെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. BJP കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത്, പറളി ഏരിയ പ്രസിഡന്റ് T ദിവാകരൻ, ജനറൽ സെക്രട്ടറി മഹേഷ് മനക്കമ്പാട്, തേനൂർ മേഖലാ പ്രസിഡന്റ് ശിവദാസ്, ജനറൽ സെക്രട്ടറി രാജേഷ്, C യജലൻ, PC ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം അജി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
കുന്നംകുളം തെക്കേപ്പുറത്ത് യുവാവ് തട്ടുകട തല്ലി തകർത്തു. തെക്കേപ്പുറം AKG റോഡ് സ്വദേശി സുജിത്തിന്റെ കടയാണ് അടിച്ചു തകർത്തത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. പ്രതിക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലിത്തകർത്തതെന്ന് കടയുടമ സുജിത്ത് പോലീസിനോട് പറഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കടയിലെത്തിയ യുവാവ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ചില്ലലമാര തല്ലിത്തകർത്തു. തടയാൻ ചെന്ന സുജിത്തിനെ ആക്രമിക്കാനും ശ്രമിച്ചു. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് അക്രമത്തിന് പ്രധാന കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം യുവാവ് വീട്ടിലെത്തി സുജിത്തിൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ഇതും അക്രമത്തിന് കാരണമായെന്ന് സുജിത്ത് പറയുന്നു. 10,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായും സുജിത്ത് പറഞ്ഞു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാണിയംകുളം പാതിപ്പാറ പെട്രോൾ പമ്പിന് മുൻവശത്തായി ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടമുണ്ടായത്. മരത്തിൽ ഇടിച്ച ശേഷം റോഡിലൂടെ വാഹനം റിവേഴ്സായി വന്ന് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ല. അതേസമയം അപകടം നടക്കുമ്പോൾ റോഡിൽ നിരവധി വാഹനങ്ങളുണ്ടായിരുന്നു. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനംകുറിശ്ശിയിലെ വീട്ടിൽ 2018 മോഷണം നടത്തിയ കേസിൽ കരുനാഗപ്പള്ളി സ്വദേശിയായ പിടികിട്ടാപ്പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കാട്ടിൽ കടവ് തട്ടാശ്ശേരി വീട്ടിൽ 36 വയസ്സുള്ള സുനിൽകുമാറിനെയാണ് മാവേലിക്കരയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. വാടനംകുറിശ്ശി ചോറോട്ടൂർക്കാവ് പരിസരത്തെ വീട്ടിൽ നിന്ന് ഉരുളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ ചേച്ചു എത്തി. വിദ്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശുചിത്വ ആരോഗ്യ ക്ലബ്ബാണ് ചേച്ചു എന്ന മൊയിലാണ് ക്ലബിന്റെ ബ്രാൻഡ് അംബാസഡർ. കുട്ടികളിൽ ശുചിത്വ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശുചിത്വ ആരോഗ്യ ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് വിദ്യാലയത്തിൽ നടന്നത്. ചെറുതുരുത്തി സ്കൂൾ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ യൂണിയൻ എന്ന പേരിൽ തുടങ്ങിയ ക്ലബിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ചേച്ചു എന്ന മുയലാണ്. കുട്ടികൾക്ക് കൗതുകകരമായ രീതിയിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ക്ലബിൻ്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് EK അലി നിർവഹിച്ചു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ക്ലബിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു തെരഞ്ഞെടുത്തിരിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ പേര് ചേച്ചു എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഹെൽത്ത് ക്ലബിൻ്റെ കൺവീനറായിട്ടുള്ള കാലി ടീച്ചർ പറയും. അപ്പോൾ ഇത്തരം ഒരു ഉദ്യമം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള എന്താണ് പറയുക, ശുചിത്വത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ശുചിത്വത്തിൻ്റെ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം ലക്ഷ്യം. ഇത്തരമൊരു രൂപങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾ വേഗം എന്ത് ചെയ്യും, അതിൽ ആകൃഷ്ടരാവുകയും അവരുടെ പ്രവർത്തനങ്ങളിലൊപ്പം കൂടുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ക്ലബിൻ്റെ പേര് പ്രധാനാധ്യാപകൻ PK മോഹനൻ പ്രകാശനം ചെയ്തു. ചേച്ചു എന്ന പേരിലുള്ള ലോഗോ അറബിക് അധ്യാപകൻ AA അബ്ദുൽ ഗഫൂർ പ്രകാശനം ചെയ്തു. യോഗത്തിൽ ക്ലബ്ബ് കൺവീനർ KM ശാലിനി ടീച്ചർ സ്വാഗതവും ജോയിന്റ് കൺവീനർ P ടിൻറ്റുമോൾ നന്ദിയും പറഞ്ഞു. BRC ട്രെയിനർ ചാന്ദിനി, സ്റ്റാഫ് സെക്രട്ടറി TA കവിത, മുൻ PTA പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി, ജോയിന്റ് കൺവീനർ MS സൂര്യ, SRG കൺവീനർ NA രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹെൽത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം TRK സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മുൻ പ്രിൻസിപ്പൽ രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിലുമേറെ സന്തോഷത്തോടെ ഈ വർഷത്തെ വിദ്യാരംഗ സാഹിത്യവേദി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒന്നിരിക്കുന്ന കുട്ടികൾ ഏറ്റവും ചെറിയ കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലേ? 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്.
വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതുണ്ട്. കാരണം കവിതയും പാട്ടും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തോട്, നമ്മുടെ ദൈനംദിന പരിപാടികളോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. ഹെഡ്മാസ്റ്റർ സി കലാധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഹെഡ്മാസ്റ്റർ പി ജഗദീഷ് ആശംസാ പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കാവ്യാലാപനം, പ്രസംഗം, നാടൻപാട്ട്, സംഘഗാനം എന്നിവ അരങ്ങേറി. വിദ്യാരംഗം കൺവീനർ കെ പി സുധീർ സ്വാഗതവും വി കെ ശോഭ നന്ദിയും പറഞ്ഞു. പി അലീമ, സി എം രഞ്ജിത്ത്, എസ് എസ് രമാനന്ദൻ, ടി കെ ലീന, കെ കെ മനോജ്, എൻ സിന്ധു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. LDFന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും എ വിജയരാഘവൻ. പാഞ്ഞാൾ ആലിൻചുവടിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ച പ്രദേശത്തിനു സമീപം. ആശങ്കയൊഴിയാതെ പ്രദേശവാസികൾ. പത്രിപ്പാലയിൽ ഇറാനും പലസ്തീനും ഐക്യദാർഢ്യവുമായി വെൽഫെയർ പാർട്ടിയുടെ പന്തം കൊളുത്തി പ്രകടനം. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ പ്രതിഷേധം വെൽഫെയർ പാർട്ടി ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഭാരതാംബയ്ക്കെതിരെ CPM വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്നാരോപിച്ച് പറളയിൽ BJP ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.